ഇനി നമുക്ക് ഒരു പ്രത്യേകതരം കഥ പറയുന്ന പ്രസന്നവദനം എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ച് മറ്റുള്ളവരുടെ മുഖം തിരിച്ചറിയാൻ കഴിയാതെ പ്രത്യേകതരം രോഗം ബാധിച്ച നായകന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു കൊലപാതകം സംഭവിക്കുകയാണ്. ഇത്തരമൊരു അസുഖമുള്ള നായകൻ ആ ഒരു കൊലപാതകം എങ്ങനെ തെളിയിക്കും എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ സൂര്യയും അച്ഛനും അമ്മയും ഒക്കെ കാറിൽ പോവുകയായിരുന്നു. എന്നാൽ കാറ് ആക്സിഡന്റായി അച്ഛനും അമ്മയും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടു. സൂര്യയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്യുന്നു. ബോധം വന്ന സൂര്യയോട് കൂട്ടുകാരനാണെങ്കിൽ, നിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു, ഞാനാണ് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്തത് എന്ന് പറയുന്ന സമയത്ത് സൂര്യ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യാൻ നീ ആരാടാന്ന്? കൂട്ടുകാരൻ പറയുന്നു, ഞാൻ നിന്റെ ഫ്രണ്ടാടാ. എന്നാൽ കൂട്ടുകാരന്റെ മുഖമാണെങ്കിൽ സൂര്യക്ക് തിരിച്ചറിയാനായും പറ്റുന്നില്ല. എന്തോ പ്രശ്നം അവന് സംഭവിച്ചുവെന്ന് മനസ്സിലായ കൂട്ടുകാരനാണെങ്കിൽ ഡോക്ടറിനോട് ആ വിവരം തിരക്കും. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത്. ആക്സിഡന്റിന് ശേഷം സൂര്യക്കൊരു കുഴപ്പം സംഭവിച്ചു. അവന് ഫേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവില്ല. അവൻ എല്ലാവരുടെയും ഫേസ് ഒരുപോലെ തന്നെ തോന്നുമെന്നും ഇതിന് യാതൊരുവിധ ചികിത്സയും ഇല്ലെന്നും ഡോക്ടർ പറയും. ഡോക്ടറിന്റെ മുഖം പോലും സൂര്യക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കണ്ണാടിയിൽ ചെന്ന് നോക്കി തന്റെ മുഖം കണ്ടെത്താൻ കഴിയാതെ ഒരുപാട് കരയുകയാണ് സൂര്യ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും സൂര്യയെ കാണിക്കുന്നു. സൂര്യയാണെങ്കിൽ കാറിൽ പോവുകയാണ്. അവനിപ്പോൾ അവന്റെ പരിമിതികളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുവാനായും തുടങ്ങി. അങ്ങനെ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയം ഒരാളാണെങ്കിൽ പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നു. സൂര്യയാണെങ്കിൽ അയാളെ കണ്ടിരുന്നു. സൂര്യ ഇറങ്ങിച്ചെന്ന് അയാളെ പിടികൂടുവാനായും ശ്രമിച്ചു. അയാളാണെങ്കിൽ ഒരു വെള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. ഉടനെ തന്നെ പോലീസിനോട് ചെന്ന് അയാളുടെ അടയാളം കാട്ടിക്കൊടുത്തു. എന്നാൽ പോലീസ് പിടിച്ചത് മറ്റൊരാളിനെയായിരുന്നു. എന്തെന്നാൽ സൂര്യക്കാണെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്യാനായി പറ്റുന്നില്ലല്ലോ. സൂര്യ പറഞ്ഞു കൊടുത്തത് മറ്റൊരാളിനെയും. എന്നാൽ യഥാർത്ഥ മോഷ്ടാവ് അതുവഴി പോകുന്നത് സൂര്യ കണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സൂര്യയാണെങ്കിൽ നേരെ കാറിലും വന്നിരുന്നു. അപ്പോൾ കൂട്ടുകാരനാണെങ്കിൽ, ആകെ നിനക്ക് പ്രശ്നവും അതിന്റെ ഇടയ്ക്ക് കൂടെ നന്മ കളിക്കാൻ പോകുന്നു എന്നും അവനോട് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് സൂര്യ കൂട്ടുകാരനെ കണ്ടെത്തുന്നാൽ, സൂര്യയുടെ കൂട്ടുകാരനാണെങ്കിൽ തലമുടി കളർ ചെയ്തിട്ടുണ്ട്. അത് വെച്ചാണ് കൂട്ടുകാരനെ സൂര്യ മനസ്സിലാക്കുന്നതും. സൂര്യ ഒരു FM റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നതും. സൂര്യ അവിടെയുള്ളവരുമായൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവൻ ഓരോരുത്തരെയും കണ്ടുപിടിക്കുന്നതെന്നാൽ, ഓരോരുത്തരുടെ മുടിയൊരു രീതി വെച്ചും അവരുടെ കയ്യിൽ ടാറ്റു ചെയ്തിട്ടുണ്ടോ അവരുടെ ശരീരപ്രകൃതി വെച്ചുമൊക്കെയാണ് ആരാണ് തന്നോടൊപ്പം സംസാരിക്കുന്നതെന്നും സൂര്യ മനസ്സിലാക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ റോഡിൽ വെച്ച് ഒരു മുത്തശ്ശനെ ഒരു പെൺകുട്ടി സഹായിക്കുന്നത് സൂര്യ കാണുന്നു. അത് മറ്റാരുമല്ല, നായികയായ ആദിയായിരുന്നു. ആദിയുടെ ആ പ്രവൃത്തികളൊക്കെ സൂര്യക്ക് കണ്ട് അവളെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇരിക്കെ ആദിയാണെങ്കിൽ ATMിൽ നിന്നും ക്യാഷ് എടുക്കുവാനായി പോയിരുന്നു. അവളുടെ പുറകിലായി സൂര്യയും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആദി അവിടെ നിൽക്കുന്നത് മൈൻഡ് ചെയ്ത് സൂര്യയാണെങ്കിൽ നേരെ പോയി ക്യാഷ് എടുക്കുന്നു. അന്ന് ആ മുത്തശ്ശനെ സഹായിച്ച പെൺകുട്ടിയാണ് ഈ നിൽക്കുന്ന പെൺകുട്ടിയെന്ന് സൂര്യക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാരണം എന്തെന്നാൽ അവന് ഫേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ അവനാണെങ്കിലോ നേരെ കയറി ക്യാഷ് എടുക്കുന്നത് കണ്ട് ആദിക്ക് ദേഷ്യം വന്നു. ആദിയും സൂര്യയും തമ്മിൽ ആ ATMിന് മുന്നിൽ വെച്ച് വഴക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു BMW ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നതും. ഒരിക്കൽ രാത്രിയായപ്പോൾ ജോലി കഴിഞ്ഞിട്ട് നടന്നു വരികയായിരുന്നു ആദ്യ. അപ്പോൾ കുറച്ചു പേരാണെങ്കിൽ ആദിയെ ശല്യം ചെയ്യുകയാണ്. അവളാണെങ്കിൽ ആരെങ്കിലും അവളെ രക്ഷിക്കാൻ വരുമോ എന്ന് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നായകനായ സൂര്യയുടെ കാറ് അതുവഴി വരും. ആദിയാണെങ്കിൽ കാറിൽ ലിഫ്റ്റ് ചോദിച്ചു. സൂര്യയെ കണ്ടതും, അയ്യോ, ഇവനുമായിട്ടല്ലേ ATMിൽ വെച്ച് വഴക്ക് നടന്നത്, ഇവന്റെ കാറിൽ എങ്ങനെയാ ഞാൻ കയറി പോകുന്നത് എന്നൊക്കെ ആദ്യം ചിന്തിക്കും. എന്നാൽ സൂര്യക്കാണെങ്കിലോ അവളുടെ ഫേസ് പോലും ഡിറ്റക്ട് ചെയ്യാനായി പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താ നോക്കി നിൽക്കുന്നത്, അകത്തേക്ക് കയറുവാനായും പറഞ്ഞു. ഒന്നും നടക്കാത്തതുപോലെ തന്നെ സൂര്യ പെരുമാറുന്നത് കണ്ട് ആദിക്കും അത്ഭുതമായി. അവൾക്കും അവന്റെ ആ ഒരു പ്രവൃത്തി ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി സൂര്യയാണെങ്കിൽ റോഡിലൂടെ പോവുകയായിരുന്നു. അപ്പോൾ ഒരാണും പെണ്ണും സന്തോഷത്തിൽ ചിരിച്ച് സംസാരിച്ച് വരുന്നത് സൂര്യ കാണുന്നുണ്ടായിരുന്നു. ആ റോഡിൽ വേറെ ആരുമില്ലായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു ലോറി വന്ന് ആ പെൺകുട്ടിയെ തട്ടി. അവളാണെങ്കിൽ താഴേക്ക് വീഴുന്നുമുണ്ട്. അത് സൂര്യ കണ്ടു. എന്നാൽ അത് ലോറി വന്ന് തട്ടിയതായിരുന്നില്ല. ആ കൂടെ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, അയാൾ മനഃപൂർവ്വം ആ പെൺകുട്ടിയെ ലോറിയുടെ മുന്നിലേക്ക് തള്ളിവിട്ടതാണ്. അത് സൂര്യക്ക് മനസ്സിലായി. അയാൾ ഉടനെ തന്നെ അവിടെ നിന്നൊരു കാറിൽ കയറി പോവുകയും ചെയ്തിരുന്നു. സൂര്യ ഉടനെ തന്നെ ആ പെൺകുട്ടിക്കടുത്തേക്ക് ഓടിച്ചെന്ന് അവൾക്കാണെങ്കിൽ വെള്ളവും കൊടുത്തു. എന്നാൽ അവളാണെങ്കിലോ ആ സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്തു. സൂര്യ അക്കാര്യം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു. ഞാൻ എന്തായാലും ഇത് പോലീസിൽ അറിയിക്കാൻ പോവുകയാണെന്ന് സൂര്യ പറയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ആരാണ് ആ പെണ്ണിനെ തള്ളിവിട്ടതെന്ന് നിനക്ക് മുഖം പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാ നീ കേസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് സൂര്യക്ക് അതിന് മറുപടിയില്ലായിരുന്നു. എന്നാലും സൂര്യ ആ കേസ് വിട്ടുകളയുവാനായും തീരുമാനിച്ചില്ല. അവനാണെങ്കിൽ ഉടനെ തന്നെ ഒരു STD ബൂത്തിൽ ചെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കോൾ ചെയ്തു.
എന്നിട്ട് പോലീസിനോട് പറയും അന്നൊരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ, ആ കേസ് എന്തെങ്കിലും ആയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഒരു പോലീസ് കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അത് വെറും ഒരു ആക്സിഡന്റ് കേസല്ലേ, ആ കേസ് അങ്ങനെ അങ്ങ് പോയെന്ന് പറയും. എന്നാൽ സൂര്യ പറയും അത് വെറും ഒരു ആക്സിഡന്റ് അല്ല, അത് കൊലപാതകമാണ്, കൂടെ വന്ന ആളാണ് പെൺകുട്ടിയെ തള്ളിവിട്ടതെന്ന് പറയുമ്പോൾ ആ പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട്, അത് പറയാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സൂര്യയാണെങ്കിൽ മറുപടി കൊടുക്കാതെ കോളും കട്ട് ചെയ്ത് കളഞ്ഞു. ആ ഒരു കോൺസ്റ്റബിൾ പോലീസ് ഇൻസ്പെക്ടറിനോട് പറയും ഇങ്ങനൊരു കോൾ വന്നിരുന്നു, വിളിച്ചാൽ പറയുന്നത് അതൊരു ആക്സിഡന്റ് അല്ല കൊലപാതകമെന്നാണെന്ന് പറയുമ്പോൾ അത് കേട്ട ഇൻസ്പെക്ടറിന് ദേഷ്യം വന്ന് ഫോൺ വിളിച്ച ആളിനെ കണ്ടെത്തണമെന്നും തീരുമാനിക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് നടന്നു വരികയായിരുന്ന ആദിയുടെ മാല ആരോ പൊട്ടിച്ചുകൊണ്ട് ഓടി. അയാളാണെങ്കിൽ ഓടി ഒരു ബസ്സിൽ കയറുവാനായി നോക്കുമ്പോൾ ആ ബസ്സിൽ നമ്മുടെ നായകനായി സൂര്യയും ഉണ്ടായിരുന്നു. സൂര്യയാണെങ്കിലോ അയാൾ മാല പൊട്ടിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയാതെ അയാളെ ബസ്സിൽ കൈപിടിച്ച് കയറ്റുകയും ചെയ്തു. ആദി വിചാരിച്ചത് സൂര്യയായിരിക്കും അതിനു പിന്നിലെന്നാണ്. ആദിക്കാണെങ്കിൽ സൂര്യയോട് ദേഷ്യവുമായി. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ അന്ന് ട്രാഫിക്കിൽ വെച്ച് ഒരാളെ പോലീസിന് പിടിച്ചുകൊടുത്തല്ലോ, അത് മാള് മാറിയല്ലേ സൂര്യ പിടിച്ചുകൊടുത്തത്, അയാളും അവിടെ ഉണ്ടായിരുന്നു. അയാളാണെങ്കിൽ ആദിയോട് പറയും ഇവൻ ഇത് തന്നെയാ പണി, ആരെങ്കിലും വിട്ട് ഇവൻ മോഷ്ടിപ്പിക്കും, എന്നിട്ട് യഥാർത്ഥ പുള്ളി ഇവൻ രക്ഷപ്പെടുത്തും. ഇത് കേട്ടതും ആദിക്കാണെങ്കിൽ അതിനു പിന്നിൽ സൂര്യയാണെന്ന് തന്നെ ഉറപ്പിച്ചു. ആദിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ സൂര്യയെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിപ്പിക്കുകയാണ്. സൂര്യ പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് ആദിയാണെങ്കിൽ തന്റെ കാര്യം പറഞ്ഞു. സൂര്യക്കാണെങ്കിൽ ദേഷ്യം വരും. അവനാണെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് പ്രശ്നമുണ്ടാക്കും. എന്നാൽ യഥാർത്ഥ പ്രതിയാണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമയത്താണ് പ്രതി പറഞ്ഞത് ഇവനുമായി യാതൊരു ബന്ധവുമില്ല, ബസ്സിൽ തന്റെ കൈപിടിച്ച് കയറ്റിയ ആള് മാത്രമാണെന്ന് പറയുമ്പോഴാണ് സൂര്യ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. അങ്ങനെ ആദിയാണെങ്കിൽ സൂര്യയോട് സോറിയും പറയുന്നു. അതോടുകൂടി അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് വളർന്നു വലുതാകുവാനായും തുടങ്ങി. അവർ ഫോൺ നമ്പറൊക്കെ പരസ്പരം ഷെയർ ചെയ്തു. രണ്ടുപേർക്കുമിടയിൽ പ്രണയവും ഉണ്ടാവുകയാണ്. സൂര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ആദിയെ കൊണ്ടുവരികയും ആദി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് സൂര്യയെ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ സൂര്യ തന്റെ പ്രശ്നം ഇതുവരെയായിട്ടും ആദിയോട് പറഞ്ഞിട്ടേയില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ആദി തന്നെ വിട്ടിട്ട് പോകുമോ എന്നൊരു പേടി സൂര്യക്കുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരിക്കലാണെങ്കിൽ സൂര്യയും ആദിയും കൂടി ഷോപ്പിങ്ങിനായി പോവുകയായിരുന്നു. അവിടെ വെച്ച് സൂര്യയ്ക്ക് ഒരു കോൾ വരും. കോള് സംസാരിക്കുവാനായിട്ട് അവൻ പുറത്തേക്ക് പോയി. എന്നാൽ അവന്റെ ഫാനായ ഒരു പെൺകുട്ടിയാണെങ്കിലോ അവനോട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ്, എന്നെ കല്യാണം കഴിക്കുമോ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ അവനെ പ്രപ്പോസ് ചെയ്യും. എന്നാൽ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ, അതുകൊണ്ട് സൂര്യയാണെങ്കിൽ തന്റെ യഥാർത്ഥ പ്രശ്നം ആ പെൺകുട്ടിയോട് തുറന്നു പറഞ്ഞു. തനിക്ക് ആരെയും ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റില്ല, ഇങ്ങനെ ഒരു അസുഖമുണ്ട്, ആക്സിഡന്റിന് ശേഷമാണ് തനിക്ക് അങ്ങനെ സംഭവിച്ചത് എന്നും പറയുന്നത് ആദിയാണെങ്കിൽ കേട്ടുകൊണ്ട് വരികയാണ്. അവൾ അത് കേട്ടതും സൂര്യയോട് ദേഷ്യപ്പെടുന്നു. ഇത്രയും നാളായിട്ട് അവളോട് ആ ഒരു കാര്യം മറച്ചു വെച്ചതിൽ ദേഷ്യപ്പെട്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് വഴക്കുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ്. അത് സൂര്യയ്ക്ക് താങ്ങാനായില്ല. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സൂര്യ വിളിച്ച ആ ഒരു STD ബൂത്ത് കണ്ടെത്തുകയാണ്. അവിടേക്കും എത്തുന്നു. എന്നാൽ അവിടെയുള്ള കടക്കാരനോട് ചോദിച്ചപ്പോൾ അയാൾക്കാണെങ്കിൽ ഫോൺ വിളിച്ച ആളിനെ അറിയത്തേയില്ല. ആ പരിസരത്തുള്ള CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു തൊപ്പി വെച്ചൊരാൾ ഫോൺ വിളിക്കാനായി വന്നത് കാണുന്നത്. എന്നാൽ മുഖം വ്യക്തമല്ല. അതേസമയം തന്നെ ഒരു സ്കൂൾ ബസ് വന്ന് മറഞ്ഞതിനാൽ സൂര്യ ഇറങ്ങി പോകുന്നതും പോലീസുകാരന് കണ്ടെത്തുവാനായി കഴിഞ്ഞില്ല. പക്ഷേ സൂര്യയുടെ വണ്ടി നമ്പർ ആ ഒരു CCTV ഫുട്ടേജിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടർ കണ്ടെത്തി. അതിന്റെ അഡ്രസ്സ് കണ്ടെത്തി വന്നത് സൂര്യയുടെ പഴയ വീട്ടിലേക്കായിരുന്നു. അവിടെ അന്വേഷിച്ച സമയത്ത് അവിടെയുള്ളവർ പറഞ്ഞത് അച്ഛനും അമ്മയും ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടതിനു ശേഷം ആ പയ്യൻ ഇവിടെ നിന്ന് മാറിപ്പോയി, പിന്നെ അവൻ ഇവിടെയല്ല, എവിടെയാണെന്ന് അറിയില്ല എന്നും അവർ പറയുകയാണ്. അങ്ങനെ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ സൂര്യയുടെ ഇപ്പോഴത്തെ അഡ്രസ്സ് കണ്ടുപിടിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ മരണപ്പെട്ട ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് ACP ആയിട്ടുള്ള വൈദേഹി എത്തുകയാണ്. മരണപ്പെട്ട പെൺകുട്ടി മറ്റാരുമല്ല, നമ്മുടെ നായകനായ സൂര്യയുടെ FM റേഡിയോയിലേക്ക് ഒരു കൊച്ചുകുട്ടി വിളിക്കുമായിരുന്നു. ആ കുട്ടിയുടെ അമ്മയായിരുന്നു മരിച്ചു പോയതും. അങ്ങനെ ACP വൈദേഹിയാണെങ്കിൽ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത തോന്നുന്നുണ്ടോ? അത് കേട്ട പോലീസ് ഇൻസ്പെക്ടർ പറയും എനിക്കറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം വൈദേഹി നേരെ തന്റെ കാറിലേക്ക് കയറും. കാറിൽ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ആർക്കിടെക്ട് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് നിങ്ങൾ പോയൊന്ന് നോക്കിയിട്ട് വരാനായി പറയുമ്പോൾ ഹസ്ബൻഡ് ആണെങ്കിൽ ഇല്ല ഇല്ല എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അതിനുശേഷം വൈദേഹിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലീസ് ഇൻസ്പെക്ടറിനെ രൂക്ഷമായി നോക്കുന്നു. അതിൽ നിന്നും ഈ ഒരു മരണത്തിൽ വൈദേഹിയുടെ ഹസ്ബൻഡിനും ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനും പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. അങ്ങനെ ഇരിക്കെ കുറച്ചു ദിവസം മിണ്ടാതിരുന്ന ആദിയാണെങ്കിലും സൂര്യയെ കാണണമെന്ന് പറഞ്ഞു. അവനോട് വന്ന് മിണ്ടുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കും, നീ എന്താ ഈ ഒരു പ്രശ്നം എന്നോട് മുൻപേ തുറന്നു പറയാത്തത്? അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത്, അതാ ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നതെന്നും ആദ്യ പറയുകയാണ്.
അങ്ങനെ സൂര്യയും ആദിയും പിണക്കമെല്ലാം മറന്ന് വീണ്ടും പഴയതുപോലെയാകുന്നു. ആദിയുടെ കാറ് സർവീസിന് കൊടുത്തതിനാൽ അന്നേ ദിവസം സൂര്യയുടെ കാറിലാണ് ആദി ജോലിക്കായും പോയത്. പോകുന്ന വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന ഒരു കാർ അവൾ കാണുകയാണ്. അവിടെ ഒരു പെണ്ണും അവളുടെ കൊച്ചുമുണ്ടായിരുന്നു. ആദിയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് ലിഫ്റ്റ് കൊടുക്കും. അത് മറ്റാരുമല്ല, പോലീസ് ഇൻസ്പെക്ടറിന്റെ ഭാര്യയും മകളുമായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കിയ ആദിയോട് പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരുപാട് നന്ദിയും പറയുന്നു. ആദ്യ പോയി കഴിഞ്ഞതും പോലീസ് ഇൻസ്പെക്ടറിന് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു. എന്തെന്നാൽ താനെന്ന് CCTV ഫുട്ടേജിൽ കണ്ട ആ ഒരു വണ്ടി നമ്പറാണല്ലോ ആ പെൺകുട്ടി വന്നിട്ട് പോയതെന്ന് പറഞ്ഞ് ആ വണ്ടിയുടെ പിറകെ ഓടിയതും അവളാണെങ്കിൽ പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ അവളുടെ ദേഹത്ത് ബെൻസിന്റെ ആ ഒരു സിമ്പൽ ഒട്ടിച്ചിരുന്നത് കാണുന്നു. അവൾ ആ ഷോറൂമിലാണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഷോറൂമിലേക്കും പോവുകയാണ്. എന്നാൽ ഷോറൂമിൽ വന്ന സൂര്യയ്ക്കാണെങ്കിൽ ആദ്യ ചാവി കൈമാറുന്നത് പോലീസ് ഇൻസ്പെക്ടർ കണ്ടു. അപ്പോൾ ഇവന്റെ വണ്ടിയാണല്ലേന്ന് പോലീസ് ഇൻസ്പെക്ടറിന് മനസ്സിലായി. സൂര്യ ഫോളോ ചെയ്തു പോയ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ മുഖമൊക്കെ മറച്ച് അവൻ ഇറങ്ങിയ സ്ഥലത്ത് വെച്ച് അവനെ പിടികൂടി ഒരുപാട് തല്ലുന്നു. എന്നാൽ സൂര്യയ്ക്കാണെങ്കിലോ മുഖം മറച്ചിരുന്നതിനാൽ ആളെ അറിയാനേ പറ്റുന്നില്ല. പോലീസ് ഇൻസ്പെക്ടർ പോയി കഴിഞ്ഞതും സൂര്യയാണെങ്കിൽ തന്നെ ആരായിരിക്കും തല്ലിയത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. സൂര്യയ്ക്കാണെങ്കിൽ പേടിയാകുവാനായും തുടങ്ങി. വീട്ടിൽ വന്ന് ടെറസിന് മുകളിൽ നിന്നതൊക്കെ ചിന്തിക്കുന്ന സമയത്തും അവിടെ നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ തന്നെ ആയിരിക്കുമോ അവരെല്ലാവരും ശ്രദ്ധിക്കുന്നത്, ഇനി ആരാണോ തന്നെ തല്ലാൻ വരുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ സൂര്യയ്ക്കുണ്ടാകുന്നു. അങ്ങനെ സൂര്യയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുവാനായും തീരുമാനിച്ചു. എന്നാൽ മറ്റൊരു വശത്ത് വൈദേഹിയുടെ ഭർത്താവായ വരുൺ ആണെങ്കിലോ മരണപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് കുറച്ച് കാശ് കൊടുക്കുകയാണ്. എന്തിനാണ് വരുൺ കാശ് കൊടുത്തെന്നാൽ ആ ഒരു പെൺകുട്ടി ജോലി ചെയ്തിരുന്നത് അവരുടെ വീട്ടിലായിരുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സൂര്യയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ കംപ്ലൈന്റ് കൊടുക്കുവാനായും എത്തിയിരുന്നു. അവിടെ വൈദേഹിയും ഭർത്താവായ വരുണും പിന്നെ ഒരു പോലീസ് ഇൻസ്പെക്ടറും ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സൂര്യയെ കാണുകയാണ്. ഇവൻ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുള്ളത് എന്ന ടെൻഷനായി പോലീസ് ഇൻസ്പെക്ടറിന്. ഇവൻ ACPയുടെ മുന്നിലെത്തരുതെന്നും ആ ഒരു ഇൻസ്പെക്ടർ ചിന്തിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു കോൾ വന്നതിനാൽ പുറത്തേക്കിറങ്ങിയ വൈദേഹിയെ സൂര്യ കാണുകയാണ്. ഇതാണ് ACP മാഡം എന്ന് മനസ്സിലാക്കിയ സൂര്യയാണെങ്കിൽ ACPയുടെ ക്യാബിനിലേക്ക് ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അന്ന് ആ ആക്സിഡന്റ് സൂര്യ കണ്ടല്ലോ. ആ കാര്യങ്ങൾ മുതൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതിന് ശേഷം തന്നെ ഒരാൾ ആക്രമിച്ച കാര്യവും എല്ലാ കാര്യവും സൂര്യ തുറന്നു പറയുന്നു. തന്നെ ആക്രമിച്ച ആളുടെ നെഞ്ചിലാണെങ്കിൽ ഒരു കുഞ്ഞിന്റെ കാൽപാദം പച്ച കുത്തിയിരുന്നു എന്നുള്ള കാര്യവും അടയാളമായി സൂര്യ പറയുകയാണ്. ഉടനെ തന്നെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം, ആരാണെന്ന് കണ്ടുപിടിക്കാമെന്നും വൈദേഹി സൂര്യയോട് പറഞ്ഞു. അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞതും വൈദേഹി ആണെങ്കിൽ നേരെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിനെ അന്വേഷിച്ചെത്തുകയാണ്. അപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ടെൻഷനിൽ സിഗരറ്റ് വലിക്കുകയായിരുന്നു. ഉടനെ തന്നെ വൈദേഹി ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിന്റെ അടുത്തെത്തി ഒരു അടി അങ്ങ് കൊടുക്കും. എന്നിട്ട് പോലീസ് ഇൻസ്പെക്ടറിനോട് ചോദിക്കും, ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ചെയ്യാൻ അറിയില്ലല്ലേ? അവൻ ഇപ്പോൾ എന്നെ തിരക്കി വന്നു, എല്ലാ സത്യവും എന്നോട് വന്ന് പറഞ്ഞു. ഇത് വേറൊരാളുടെ അടുത്തായിരുന്നെങ്കിൽ എല്ലാ കാര്യവും പൊളിഞ്ഞേനെയായിരുന്നു. ഇനി അവൻ നമ്മളെ തിരക്കി വരരുത്, അതിനു മുമ്പ് അവന്റെ കഥ കഴിക്കണമെന്നും വൈദേഹി ആ ഒരു ഇൻസ്പെക്ടറിനോട് പറയുകയാണ്. ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, ഇവരെല്ലാവരും ചേർന്നാണ് ആ ഒരു കൊല നടത്തിയത്. അന്ന് ആ പെൺകുട്ടിയെ ലോറിയുടെ മുന്നിലേക്ക് തള്ളിവിട്ടതിന് ശേഷം പോലീസ് ഇൻസ്പെക്ടർ ചെന്ന് കയറി കാർ ഓടിച്ചിരുന്നത് വൈദേഹി തന്നെയായിരുന്നു. അവർക്കെല്ലാവർക്കും ആ ഒരു കൊലപാതകത്തിൽ പങ്കുണ്ട്. എന്നാൽ സൂര്യയാണെങ്കിൽ സമാധാനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു കേസിന് പരിഹാരം എത്രയും പെട്ടെന്ന് പോലീസ് കണ്ടെത്തി തരും എന്ന സമാധാനമാണ് സൂര്യയ്ക്ക്. എന്നാൽ ആ ഒരു കേസിന് പിന്നിൽ തന്നെ പോലീസാണെന്ന് അവൻ അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാത്രി തന്റെ കാമുകിയായിരുന്ന ആദിയെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോവുകയായിരുന്നു സൂര്യ. അപ്പോൾ കുറച്ച് പോലീസുകാരാണെങ്കിലും സൂര്യ വന്ന് പിടികൂടുകയാണ്. എന്തിനാണ് എന്നെ പിടികൂടിയത് എന്ന് സൂര്യ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ACP മാഡം നിന്നെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ സ്റ്റേഷനിലേക്കും കൊണ്ടുപോകുന്നു. അപ്പോൾ വൈദേഹി ചോദിക്കും, നീ എന്നെ നന്നായിട്ട് കബളിപ്പിച്ചുവല്ലേ? നീയല്ലേ ആ കൊല ചെയ്തത്? എന്നിട്ട് നീ വേറെ കള്ളങ്ങളൊക്കെ പറയുന്നുവല്ലേ? അത് കേട്ട സൂര്യ പറയും, ഞാൻ ആരെയും കൊന്നിട്ടില്ല, എന്തിനാ എന്റെ തലയിൽ കുറ്റങ്ങൾ കൊണ്ടുവെക്കുന്നത്? അത് കേട്ട വൈദേഹി പറയും, നീ കൊല ചെയ്യുന്നത് കണ്ടൊരാളുണ്ട്, ദേ ഇവനാണെന്ന് പറഞ്ഞ് ഒരാളെ അവിടേക്ക് വിളിക്കുന്നു. വന്ന ആളാണെങ്കിലോ സൂര്യ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നത്, ഞാൻ കണ്ടിരുന്നു എന്ന് പറയും. അങ്ങനെ സൂര്യയാണെങ്കിൽ അതിനെ എതിർക്കും. പക്ഷേ അതിനൊരു വഴിയുമില്ല, അവനെ പോലീസ് ജയിലിലുമാക്കി. അതേസമയം വൈദേഹിയാണെങ്കിൽ ഇൻസ്പെക്ടറിനോട് പറയുന്നുണ്ട്, ഇവനെ കോടതിയിലേക്ക് കൊണ്ടുപോയാലും സാക്ഷികളില്ലാത്തതിനാൽ എങ്ങനെയായാലും ഇവൻ പുറത്തിറങ്ങും. എന്നാൽ അതിനു മുമ്പ് ഇവനെ കൊന്നുകളയണം, ഇല്ലായെങ്കിൽ നമ്മൾ ചെയ്ത കുറ്റമെല്ലാം പുറത്തു വരുമെന്ന് അവർ പറയുകയാണ്. കോടതിയിൽ ഒരാളെ ഹാജരാക്കുന്നതിന് മുൻപ് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ, അതിനായിട്ട് സൂര്യയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുവന്നു. എന്നാൽ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അവിടെ വെച്ച് സൂര്യയെ കൊല്ലുവാനായിട്ട് 2 പേരെ ഏർപ്പാടാക്കിയിരുന്നു. എന്നാൽ സൂര്യ അവരിൽ നിന്നുമെല്ലാം രക്ഷപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കോടി. അവൻ നേരെ വന്നത് കൂട്ടുകാർക്കടുത്തേക്കായിരുന്നു.
എന്തിനായിരിക്കും ഇവരെന്നെ കൊല്ലാനായി ശ്രമിക്കുന്നത്? ഇതിനെല്ലാത്തിനും ഒരു മറുപടി കിട്ടണമെങ്കിൽ മരിച്ചുപോയ പെൺകുട്ടി ആരാണെന്ന് അറിയണമെന്ന് തീരുമാനിച്ച് അവരാണെങ്കിൽ നേരെ പോയത് മരിച്ചുപോയ പെൺകുട്ടിയുടെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ അവിടെയാണെങ്കിലോ അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് കാശൊക്കെ കത്തിക്കുകയായിരുന്നു. ആ കാശ് എന്തെന്നാൽ വൈദേഹിയുടെ ഹസ്ബൻഡായ വരുണാണെങ്കിൽ കുറച്ച് കാശ് അവർക്ക് കൊടുത്തല്ലോ, ആ കാശാണ് അവർ കത്തിച്ച് കളയുന്നതും. എന്തെന്നാൽ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഭർത്താവ് 3 വർഷം മുൻപേ മരിച്ചുപോയതാണ്. എന്നാൽ ഈ പെൺകുട്ടി മരണപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ സംസാരിക്കുന്നു. അതിന് നഷ്ടപരിഹാരമായിരിക്കും ആ വരുൺ വന്ന് തന്നത് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ കളിയാക്കുന്നത് സഹിക്കാനാകാതെയാണ് ആ കാശ് അച്ഛനും അമ്മയും കത്തിച്ചു കളഞ്ഞത്. ആ പെൺകുട്ടിയുടെ മരണത്തിൽ അവർക്കൊക്കെ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കി സൂര്യയാണെങ്കിൽ നേരെ പോയത് പോലീസ് ഇൻസ്പെക്ടറിന്റെ വീട്ടിലേക്കായിരുന്നു. അയാളില്ലാത്ത സമയം നോക്കി വീട്ടിലെത്തി വീട് പരിശോധിച്ച് എന്തെങ്കിലും കണ്ടെത്താമെന്നാണ് സൂര്യ വിചാരിച്ചതും. ആ വീട്ടിൽ പരിശോധിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ സൂര്യ കാണുകയാണ്. അതിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടറുടെ നെഞ്ചിൽ തന്നെ കുഞ്ഞിന്റെ കാൽപാദം പച്ച കുത്തിയിരുന്നത് കാണുന്നു. തന്നെ തല്ലിയ ആളിന്റെ നെഞ്ചിലും ഇതേ പച്ചകുത്തൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇയാൾ തന്നെയാണ് അതെന്ന് സൂര്യയ്ക്ക് മനസ്സിലായി. അതേസമയം ഇൻസ്പെക്ടറും ഭാര്യയും പുറത്തേക്ക് പോയിട്ട് വീട്ടിലേക്ക് വന്നതായിരുന്നു. വീടിനുള്ളിൽ ആരോ ഉണ്ടെന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലായി. ഇൻസ്പെക്ടർ ആണെങ്കിലോ തോക്കുമെടുത്ത് അകത്തേക്ക് കയറി. അപ്പോൾ സൂര്യയാണെങ്കിൽ ഇൻസ്പെക്ടറിന്റെ കൈക്കുഞ്ഞിനെ തന്റെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അടുത്തേക്ക് വന്നാൽ കൊന്നു കളയുമെന്ന് പറഞ്ഞ് സൂര്യ വിരട്ടുന്നുമുണ്ട്. പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ പേടിച്ചു പോകുന്നു. കുഞ്ഞിനെ കൊല്ലണ്ടെങ്കിൽ സത്യം പറ, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാനായി ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇൻസ്പെക്ടർ ആണെങ്കിൽ സത്യം പറയുവാനായും തീരുമാനിച്ചു. വൈദേഹിയുടെയും വരുണിന്റെയും വീട്ടിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയായിരുന്നു ആ മരണപ്പെട്ട അമുദ. വൈദേഹിയും വരുണും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് വൈദേഹിക്ക് ഒരിക്കലും കുഞ്ഞ് ജനിക്കില്ല എന്നുള്ള കാര്യവും തെളിഞ്ഞു. അങ്ങനെ അവർ വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്ന അമുദയുടെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു. എന്തെന്നാൽ അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 3 വർഷമായപ്പോൾ കുഞ്ഞിനെ വളർത്തി ജീവിക്കുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണല്ലോ. അമുദയെ കൊണ്ട് വാടക ഗർഭപാത്രമായി കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് കാശ് കൊടുത്ത് അവളെ സഹായിക്കാമെന്നും അവർ തീരുമാനിച്ചു. അതിലൂടെ അവർക്ക് കുഞ്ഞും ജനിക്കുമല്ലോ. വരുണിന് ഒരു കുഞ്ഞ് വേണമെന്ന് തന്നെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അമുദയുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അമുദയുടെ വീട്ടുകാരും അതിന് തയ്യാറായി. അമുദയാണെങ്കിൽ ഗർഭിണിയുമായി. എന്നാൽ വരുണിന്റെ സ്നേഹം മുഴുവൻ അമുദയിലേക്ക് പോകുന്നത് വൈദേഹി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമുദയെ അവൻ വല്ലാതെ കെയർ ചെയ്യുന്നതെന്നും വൈദേഹിക്ക് ഇഷ്ടപ്പെടുന്നതേയില്ല. വൈദേഹിയാണെങ്കിൽ അക്കാര്യമെല്ലാം ഇൻസ്പെക്ടറിനോട് പറഞ്ഞു. അമുദയെ കൊന്നു കളയുവാനായും തീരുമാനിച്ചാണ് അന്നേ ദിവസം അമുദയെ ലോറിക്ക് മുന്നിലേക്ക് തള്ളിവിട്ട് കൊന്നുകളഞ്ഞതും. അതിനുശേഷം വൈദേഹിയുടെ കാറിൽ കയറിയാണ് ഇൻസ്പെക്ടർ പോയതും. അക്കാര്യമെല്ലാം ഇൻസ്പെക്ടർ സൂര്യയോട് പറഞ്ഞു. അത് കേട്ട സൂര്യ പറയും, ഞാനിതിൽ എന്ത് തെറ്റാ ചെയ്തത്? എന്നെ ഇതിൽ നിന്നുമൊക്കെ വെറുതെ വിട്, എനിക്ക് മനസമാധാനമായി ജീവിക്കണം, ഞാൻ ഒന്നിനും വരില്ല എന്ന് ഇൻസ്പെക്ടറിനോട് സൂര്യ പറഞ്ഞു. സൂര്യ സംസാരിക്കുന്നത് കേട്ട് പാവം തോന്നിയ ഇൻസ്പെക്ടർ ആണെങ്കിലോ നമുക്കതെല്ലാം വൈദേഹി മാഡത്തിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് സൂര്യയും കൂട്ടി വൈദേഹിയുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വൈദേഹിയോട് അക്കാര്യമെല്ലാം പറഞ്ഞു. അവനിനി ഒരു പ്രശ്നത്തിനും വരില്ല, ഞാൻ എല്ലാ കാര്യവും അവനോട് പറഞ്ഞു, അവനെ ഇതിൽ നിന്നുമെല്ലാം ഒഴിവാക്കണമെന്നാണ് പറയുന്നത്, അവനൊരു പാവമാണെന്ന് ഇൻസ്പെക്ടർ വൈദേഹിയോട് പറഞ്ഞു. അപ്പോൾ വൈദേഹി ചോദിക്കും, എന്നാൽ ശരി, നമുക്ക് അവനെ വെറുതെ വിടാം, നീ അവനോട് ചെന്ന് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വൈദേഹിയാണെങ്കിൽ തന്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് ഇൻസ്പെക്ടറിനെ കുത്തി വീടിന് മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞു. അത് സൂര്യ കാണുന്നുണ്ടായിരുന്നു. സൂര്യ അതെല്ലാം വീഡിയോ എടുത്തു വെച്ചിരുന്നു. എന്നിട്ട് സൂര്യ തന്റെ കൂട്ടുകാരന് ആ വീഡിയോ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്നുമെല്ലാം ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ കേസ് തെളിയണം. അതിന് വൈദേഹിയാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവരും അറിയണം. അതിന് ഈ ഒരു വീഡിയോ മതിയാകും. അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെ ഇത് നമുക്ക് കാണിക്കാമെന്നും സൂര്യ കൂട്ടുകാരനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ പോലീസിന്റെ മേലധികാരിയാണെങ്കിൽ FM സ്റ്റേഷനിലേക്ക് വരുന്ന കാര്യം കൂട്ടുകാരനാണെങ്കിൽ സൂര്യയോട് പറഞ്ഞു. സൂര്യയാണെങ്കിൽ മേലധികാരി കാണാനായിട്ട് എത്രയും വേഗം എത്തണമെന്ന് കരുതി അവിടേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ ആദ്യ വീട്ടുകാർ ഡൽഹിയിലേക്ക് അയക്കുവാനായും പോവുകയാണ്. എന്തെന്നാൽ സൂര്യയുടെ പേരിൽ ഇപ്പോൾ ആ ഒരു പോലീസ് കേസ് വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇനി സൂര്യയുമായി സഹകരിക്കരുത് എന്ന് പറഞ്ഞാണ് അവളെ ഡൽഹിയിലേക്ക് മാറ്റുന്നതും. അതേസമയം തന്നെ സൂര്യയെ കാണുവാനായിട്ട് ആദ്യം എത്തിയിരുന്നു. ആദ്യയാണെങ്കിൽ അവനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ സൂര്യയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ FM സ്റ്റേഷനിലേക്ക് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ഒരു വാൻ വന്ന് ആദിയെ കടത്തിക്കൊണ്ടു പോകുന്നു. സൂര്യയാണെങ്കിൽ ഇനി പിന്നീട് മേലധികാരിയെ കാണാമെന്ന് ചിന്തിച്ച് ആദിയെ രക്ഷിക്കുവാനായും പോവുകയാണ്. എന്നാൽ ആ വാനിലുണ്ടായിരുന്നത് ആദിയല്ലായിരുന്നു. ആദിയെ പോലത്തെ ഡ്രസ്സും ധരിച്ച് മുടിയും കളർ ചെയ്ത് ആ ഒരു ACP തന്നെയായിരുന്നു. എന്തെന്നാൽ സൂര്യയുടെ അസുഖം ACP മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവനെ എങ്ങനെയും കബളിപ്പിക്കാമെന്ന് അവൾ കരുതി. അവനെ കൊണ്ടുവന്ന് കൊല്ലുവാനാണ് ACPയുടെ പ്ലാൻ.
അങ്ങനെ സൂര്യയാണെങ്കിൽ ആ വാനിനെ ഫോളോ ചെയ്ത് അവിടെ എത്തുന്നു. സൂര്യയെ കണ്ടതും വൈദേഹിയാണെങ്കിലോ ആദ്യ ചെയ്യും പോലെ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ സൂര്യയ്ക്കാണെങ്കിൽ അത് ആദ്യമല്ല എന്ന കാര്യം മനസ്സിലായി. എന്തെന്നാൽ വൈദേഹിയെ ആദ്യം കണ്ട സമയത്ത് ടെൻഷൻ വരുന്ന സമയം വൈദേഹിയാണെങ്കിൽ കൈവിരൽ തമ്മിൽ പ്രസ് ചെയ്യുന്നത് അവൻ കണ്ടിരുന്നു. അവനെ കെട്ടിപ്പിടിച്ചപ്പോഴും അവൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് വൈദേഹിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ സൂര്യ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. റോഡിലൂടെ സൂര്യ ഓടിപ്പോകുന്നത് കാറിലിരുന്ന് ആദ്യ കാണുന്നു. ആദ്യം സൂര്യക്ക് പിന്നാലെ ഓടുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ആദ്യയാണെങ്കിൽ സൂര്യയുടെ അടുത്തെത്തും. എന്നാൽ സൂര്യ വിചാരിക്കുന്നത് അത് വൈദേഹി തന്നെയാണെന്ന്. എന്നാൽ സൂര്യയാണെങ്കിൽ തന്റെ കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് കമ്പി കൊണ്ട് ആദ്യയുടെ തലയ്ക്കടിക്കുന്നു. ആദ്യയുടെ തല മുറിഞ്ഞ് രക്തം വരികയാണ്. എന്നാൽ അത് വൈദേഹി അല്ല എന്ന കാര്യം അപ്പോഴാണ് സൂര്യക്ക് മനസ്സിലായതും. സൂര്യ ഉടനെ തന്നെ ആദ്യയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അവളോട് മാപ്പ് പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം വൈദേഹി കാണുന്നുണ്ടായിരുന്നു. വൈദേഹി അതുപോലെ തന്നെ തലയിലൊരു മുറിവുണ്ടാക്കി വൈദേഹി തന്റെ ദേഹത്താകെ രക്തവും പുരട്ടുകയാണ്. അതേസമയം തന്നെ വൈദേഹിയുടെ ആളുകളും അവിടെ എത്തി ആദ്യം പിടിച്ചു വെച്ചിരിക്കുകയാണ്. സൂര്യയുടെ കയ്യിലാണെങ്കിലോ തോക്കുമുണ്ട്. സൂര്യയാണെങ്കിൽ അപ്പോഴൊരു കാര്യം ആലോചിക്കും. FM സ്റ്റേഷനിലായിരുന്ന സമയത്ത് സൂര്യ ഒരു പെൺകുട്ടി ഫോൺ വിളിക്കുമായിരുന്നല്ലോ, അതാ ജോലിക്കാരിയുടെ മകൾ. ആ കുട്ടി പറഞ്ഞ ഒരു കഥ ഓർമ്മ വരും. നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ടാകുന്നതെന്ന്. അത് ഓർത്തു വെച്ചിരുന്ന സൂര്യയാണെങ്കിലോ തന്റെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് തന്റെ കയ്യിൽ തന്നെ വെടിവെക്കും. അതാണെങ്കിൽ ആദ്യ കണ്ടുടനെ തന്നെ അവൻ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അവൻ ബുദ്ധിപൂർവ്വം ആദ്യയും വൈദേഹിയും തിരിച്ചറിഞ്ഞു. എന്നാൽ വൈദേഹിയാണെങ്കിലോ അവിടെ കിടന്നൊരു കമ്പിയെടുത്ത് സൂര്യയെ അടിക്കാനായി വരുന്ന സമയം തന്നെ സൂര്യ തന്റെ കയ്യിലിരുന്ന തോക്കുകൊണ്ട് വൈദേഹിയെ വെടിവെച്ച് കൊല്ലുന്നു. വൈദേഹിയും മരണപ്പെടുന്നു. മയക്കത്തിലേക്ക് പോവുകയായിരുന്ന സൂര്യയാണെങ്കിൽ ആ കൊച്ചു പെൺകുട്ടിയെ പറ്റി തന്നെ ആലോചിക്കുകയാണ്. അവളുടെ അമ്മയല്ലേ വൈദേഹിയൊക്കെ കൊന്നുകളഞ്ഞത്, അത് സൂര്യക്കറിയാം. അങ്ങനെ സൂര്യ മയക്കത്തിലേക്കും പോകുന്നു. സൂര്യ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അതോടെ സിനിമയും അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.